അല്ല ഗായ്സ്, കുപ്പ ട്രാവലിലെ മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചന്ദ്രശിലയിലാണ് കേട്ടോ. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 4000 ഫീറ്റ് ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചുറ്റും മഞ്ഞിന് മൂടി കിടക്കുവാണ് കേട്ടോ. അങ്ങനെ ധാരാളം കുരങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടായിരിക്കുന്നത് കൊയ് പിള്ളേരും മക്കളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഈ തണുപ്പത്തിങ്ങനെ മഞ്ഞ് വെട്ടിച്ച് തിന്നുമൊക്കെ. പേടിയില്ല കേട്ടോ. കുഞ്ഞിക്കുരങ്ങ് പേടി. നല്ല രസമാണ് കേട്ടോ. വേണ്ട മഞ്ഞൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ പുട്ടുംപൊടി പോലെയാ കേട്ടോ. വേണ്ടോ മൊത്തം മഞ്ഞായിട്ടിരിക്കുക. ശരിക്കൊരു നാട്ടിൽ പുട്ടുണ്ടാക്കുമല്ലേ, അതുപോലെയാട്ടോ ഈ മഞ്ഞ് കാര്യങ്ങളൊക്കെ. കണ്ടോ, ഈ കുരങ്ങന്മാർ ടാസ്കാട്ടോ. മാർ പുറകെ മൊത്തം മഞ്ഞായിട്ട് നിൽക്കണ്ട. നല്ല രസം കേട്ടോ. കണ്ടോ, പുറകെ ഫുള്ള് ഇത് മേത്ത് വീണ്ടുണ്ട്. നല്ല ടാസ്ക്കാണ് ഇത്. കണ്ടോ, ഇത് അതുപോലെ തന്നെ ഇവിടെയുണ്ട്. മഞ്ഞ് കണ്ട് കൊതി തീർന്നു. ഇനി നമുക്ക് ഒരു 4-5 കിലോമീറ്റർ കണ്ടിന്യൂ നടക്കാനുണ്ട്. അതും പോകാൻ നമുക്ക് നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ലെവലാണ്. പക്ഷേ ഇതിലെ കണ്ടോ, ഈ വഴി ഫുള്ളായിട്ട് അടഞ്ഞിരിക്കും. ഇത് വെള്ളം ഒഴുകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. रास्ता नहीं है, इधर से അപ്പോൾ നമ്മൾ കയറുന്ന കണ്ടിട്ട് കുറേ ഉണ്ട് മച്ചന്മാരും കയറി വരുന്നുണ്ട്. ഇതുണ്ടോ വഴി കിടക്കുന്നുണ്ടോ മല. എല്ലായിടത്തും അടിപൊളി കാഴ്ചകളാട്ടോ. കണ്ടോ, ആ മലയൊക്കെ കാണുമ്പോൾ എന്നൊരു ഫീലാണെന്നറിയോ. സോ ഡിഫറെൻറ്റ് മൂഡ് വച്ചാ. അപ്പം ഇങ്ങനെയാട്ടോ ട്രക്ക് ചെയ്ത് കയറി വരുന്നത്. ഇങ്ങനെ കണ്ടോ, ഇവിടെ ഫുള്ളും സ്നോ വീണ്. ഇത് കണ്ടോ, ഫുള്ളായിട്ട് കിടക്കുക. ട്രാക്ക് ഫുള്ളും സ്നോയാണ്. ഇങ്ങനെ 5 കിലോമീറ്റർ ഫുള്ള് സ്നോ ആയിട്ട് കിടക്കണം. ആ സ്നോയിൽ കൂടെ വേണം നമുക്ക് നടന്നു പോകാൻ. എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കണ്ടോ, എല്ലാ മലകളും എടുത്തെടുത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വേറൊരു വൈബാണ്. ആ ഭാഗത്തൊന്നും മഞ്ഞ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് ഇത്രയും താഴ്ന്ന് കിടക്കുന്ന മലയുണ്ട്. പക്ഷേ ആ ഒരു ഭാഗത്തെ മലകൾ ഫുള്ളും മഞ്ഞ് വീണ് കിടക്കുക. ഇതൊക്കെ കേദാർനാഥ് കേട്ടോ. ഇതിൻ്റെ ഈ മലയുടെ ആ ഒരു മല കേദാർനാഥൊക്കെ ആയിട്ട് പറയപ്പെടുന്നു. പോവല്ലോ, എന്റെ പൊന്നെ മച്ചാരെ, ഇതുണ്ടോ മൊത്തം മഞ്ഞാട്ടോ. അടിപൊളി. ഓക്കെ, ബൈ ബൈ ഗൈസ്. മുകളിലേക്ക് പോകാം. ബസ് എല്ലാവരും ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോവാട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് ചന്ദ്രശില, അതായത് ഇതാണ്
തുങ്കനാഥ്, അതിൻ്റെ മണ്ടയിലാണ് ചന്ദ്രശില. 360 ഡിഗ്രി വ്യൂ ആണ് അവിടെ. അപ്പം അവിടം വരെ നമുക്ക് പോകണം. അപ്പം നമ്മളിത് ചന്ദ്രശില എത്താറായിട്ടോ. ഇവിടെ എത്തിയപ്പം കാണാൻ തുടങ്ങി. വഴിയൊക്കെ ഫുള്ള് സ്നോയാണ്. വേണ്ട കുറഞ്ഞൊരു 2-3 ഫുട്ട് ഉയരത്തിൽ, അതായത് 2-3 അടി ഉയരത്തിൽ സ്നോ വീണിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ സൈഡിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഉണ്ടോ എന്നാ ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി. കുറച്ചുകൂടെ മണ്ടയിലേക്കല്ല. അപ്പോൾ വരുന്ന വഴി ഇതാട്ടോ. ശരിക്കും മടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വെള്ള പരുവതാനി പിടിച്ച പോലെ ഇങ്ങനെ ഫുള്ള് മഞ്ഞ് കിടക്കുക. ഈ വഴിയെ നേരെ ചെയ്യുന്നുണ്ട്. എവിടെയായിട്ടാണ് നമുക്ക് കഴിക്കലും മണ്ടയിലേക്കല്ല. നമ്മൾ വന്നപ്പോൾ ഇത് അടച്ചു വിട്ടോ. കാരണം ഈ ടെമ്പിളിൽ അടച്ചിരിക്കുവാണ്. ഇങ്ങോട്ട് ആരും പൂജ കാര്യങ്ങളൊക്കെ ഇപ്പം നിർത്തി വെച്ചിരിക്കുക. കാരണം മൊത്തം മഞ്ഞായിട്ടിരിക്കുക. അതുകൊണ്ട് ഗേറ്റ് ചാടി കിടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് ചെല്ലാൻ. എന്തായാലും നമുക്ക് ചാടിക്കിടക്കാം. അയ്യോ ഇങ്ങനെ. പക്ഷെ ഇവിടെ നിന്ന് ഉള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. ഉണ്ടോ വരുന്ന വഴിയൊക്കെ നൈസാണ്. आप आराम से पैर दो. हाँ बढ़िया बस हो गया. थैंक यू. छोटा सा तो ताला है. नहीं ये स्टील पे मत रखना, स्लीपी है. इससे अच्छा लोहे पे रखो. झाड़ लो. അപ്പം ഇവിടുത്തെ മണികൾ കാര്യമെല്ലാം അടച്ചിരിക്കുക കേട്ടോ. എന്നാൽ കെട്ടി അടച്ചിരിക്കുകയാണ്. പൂജ കാര്യങ്ങളൊന്നുമില്ല. ഒരു പട്ടിയുണ്ട് കേട്ടോ ഇവിടെ കാവലിനായിട്ട്. ഇതാട്ടോ ആ ക്ഷേത്രം. സോ നൈസ്. കല്ലുകൊണ്ട് തന്നെ കെട്ടി, കരിങ്കല്ലാണ്. ഇവിടെ എന്തോ ഉണ്ടല്ലോ ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാനാ. ആണ്ടോ എല്ലാവരും ഇവിടുന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ചുറ്റിനും ഇങ്ങനെ കൂടുതലും കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെയാണ്. ഇനി എന്തായാലും നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ. കുറേ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ളായിട്ട് അടച്ചിരിക്കുക കേട്ടോ. എല്ലാവരും ഇറങ്ങിപ്പോവാണ്. ഇനി 2 മണിക്കൂറോളം വേണം താഴേക്ക് ഇറങ്ങാൻ. മൊത്തം ഉണ്ടോ അങ്ങനെ മഞ്ഞും കൂടിയിരിക്കുകയാണ്. ഇവിടെ കറണ്ടോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് സോളാറാട്ടോ. ഇത് പണിഞ്ഞിരിക്കുന്ന പറഞ്ഞിട്ടുണ്ട് ഫുള്ള് കരിങ്കല്ലിലാണ്. ഇവിടുന്ന് കിട്ടിയ ഈ പാറ കൊണ്ടുള്ള കല്ലുകൊണ്ട് തന്നെ ആണ് കല്ല് കാര്യങ്ങളൊക്കെ. അതുകൊണ്ടോ എന്തോരം മഞ്ഞാന്ന് നോക്കി. 2 അടി പൊക്കത്തിൽ. ഇതുകൊണ്ടോ പൊക്കത്തിൽ മഞ്ഞാണ്. ഇപ്പോൾ വന്ന നല്ലൊരു കാഴ്ചകൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. നല്ലൊരു വേണം. പക്ഷേ കുരങ്ങന്മാർക്കൊന്നും ഫുഡ് കിട്ടാത്തതിൻ്റെ അവരുടെ ആ ഒരു അക്രമാതീതമായുള്ള ഒരു സാധ്യതയൊക്കെയുണ്ട്. ഉണ്ടോ ഞങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളൊന്നുമില്ല. തണുപ്പല്ലേ, മഞ്ഞ് വീണ് മൊത്തം ഫുഡ് കാര്യങ്ങളെല്ലാം. എന്തായാലും കുറച്ചുകൂടെ മണ്ടയിലേക്ക് കയറാൻ നോക്കാം. എങ്ങനെയാന്ന് നോക്കിയിട്ട് സമയം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ മഞ്ഞില്ലാതെ കിടക്കാൻ എന്തായാലും ഇതാണ് ആ ക്ഷേത്രം. നമ്മളാക്കില്ല അവിടെ നിന്ന് വന്നേ. ഇനി ഈ മലയുടെ എങ്ങനെ ടോപ്പ് കയറിയാലോ ചന്ദ്രശില എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാൻ പറ്റുള്ളൂ.
यहाँ से वहाँ तक आराम से जाओ, हाँ जी बाकी जा सकते हैं। ठीक है ठीक बल्ब पिघल रही है, हाँ हाँ वापस आ जाना। अच्छा कितना टाइम चाहिए ऊपर जाने के लिए? 1 घंटा लगता है। 1 घंटा हाँ, आने के लिए सिर्फ 15 मिनट लगता अच्छा हाँ हाँ है। जाओ। അപ്പം ഇത് കയറണേൽ 1 മണിക്കൂർ വേണമെന്ന് പറഞ്ഞേ. പക്ഷേ നല്ല വ്യൂ കേട്ടോ. എന്തായാലും നമുക്ക് മുമ്പോട്ട് തന്നെ പോയി നോക്കാം. മൊത്തം മഞ്ഞ് വീണ് കിടക്കും കേട്ടോ. ഹെവി ടാസ്ക്കാണ്. ഈ തെറ്റിയിട്ടുണ്ട് അങ്ങ് താഴേക്ക് ഒരു കൊക്കയിലേക്കാണ് പോകുന്നത്. അത്ര റിസ്ക്കാണ് ഈ ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തായാലും നമുക്ക് മണ്ടയിലേക്ക് പോകാം. ഇല്ലല്ലേ നമ്മൾ ചെല്ലടിച്ച് കിടന്ന് നമുക്ക് വന്നതാണല്ലോ അവർ. I saw you when I told him that. അച്ഛാ എങ്ങനെ ഉണ്ടായിരുന്നു മണ്ടയിൽ? അടിപൊളി മോളിക്കൊരു ഉണ്ട് കയറ്റം. ആണല്ലേ? സമയത്ത് താഴത്തേക്ക് ഇറങ്ങാൻ നോക്കിക്കോ. ആ ഞാൻ ഇവിടുന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ പിടിക്കാൻ നോക്കുക. ആ ചെന്ന് കുടിച്ചു നോക്കിയേ എങ്ങനെ ഉണ്ടെന്ന്. വെള്ളത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വെള്ളമൊക്കെ അടിപൊളി വെള്ളമാണ്. പിന്നെ മനസ്സു ഇത് കുടിച്ചോ. ഓ പിന്നെ അവിടുന്ന് പിടിച്ചോ. അവിടെ തന്നെ സ്ട്രീം ഒന്നുകൂടി പവർഫുള്ള്. എവിടെ? ആ ഞാൻ പിടിച്ചോടുത്ത്. അവിടെ അത്ര തണുപ്പൊന്നുമില്ല ഇനി. നല്ല വെള്ള. ഐസും കൂടെ ഒന്നേ വേണ്ട വേണ. ടാസ്കാണ് നല്ല. ഇത് എത്ര ഷാർപ്പല്ല. ഇതല്ല ഇത്, കാരണം ഇതാകെ സ്ലറി ആയിരിക്കണേ. ഇതാ സ്ലറി എന്ന് പറയുന്നത്, സ്ലഷ് ആയിരിക്കണേ. മറ്റേ സാധനം മോളിന്ന് വീണ് കഴിഞ്ഞാൽ ആൾക്ക് പണി കിട്ടും. ഇതൂടി മതിയാ. നമ്മളിവിടെ വെള്ളം അന്വേഷിക്കായിരുന്നു, ഇവിടുന്ന് വെള്ളം കിട്ടായിരുന്നു. പക്ഷെ അറിയാം നമുക്ക് ഇവിടുന്ന് താഴത്ത് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ നടന്നാലേ വെള്ളം കിട്ടുന്നു. അപ്പോൾ ഇവിടെ നല്ല നാച്ചുറൽ വെള്ളം വേണമെന്ന് അതിനെ പിടിച്ച് കുടിച്ച് പോവുക. നിങ്ങൾക്കാണോന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനും പ്രതീക്ഷിച്ചില്ല എന്നെ കാണുന്നത്. പക്ഷെ നല്ലത് കണ്ടത്. മച്ചാൻ നാച്ചുറലായിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മളെ ദുൽഖറിൻ്റെ ആ ഒരു വൈബ് അറ്റൻഡ് ചെയ്യാൻ പോവാ. കിടന്നൊക്കെയാണ് പിടിക്കുന്നത്. അല്ല ഇവിടെ സ്ട്രീം ഒരു ഇത്ര സ്ട്രോങ് ഉള്ളൂ. പുറത്ത് അവിടുന്ന് പിടിക്കാൻ 1 മണിക്കൂർ പിടിക്കണ്ടെങ്കിൽ ഓരോരോ തുള്ളിയായിട്ടല്ലേ. ആ അത് ശരിയാ. ഇത് അന്നത്തെ ദിവസം വഴി കേട്ടോ. വേണ്ടോ ഇതിലേ എങ്ങനെ നടന്നു വരുന്നത്? ഫുള്ള് സ്നോ വീണ് കിടക്കുവാണ്. വേണ്ടോ പോകുന്ന ചെറിയ നടപ്പാത മാത്രമുണ്ട്. ഫുള്ളി സ്നോയാണ് ഇത്. കയറി ചെല്ലണമെങ്കിൽ നല്ല താമസം എടുക്കും. എന്തായാലും ഞാൻ മുന്നോട്ട് നടക്കട്ടെ. നല്ല ഹൈറ്റ് കയറി കേട്ടോ. ശരിക്കും മടുത്തു. അത് ഈ ഹൈറ്റിൽ ഇങ്ങനെ കയറാൻ ഓക്സിജൻ്റെ സീനുണ്ട്. അതുകൂടാതെ രാവിലെ ആയിട്ട് കയറുന്ന 3 മണിയായി. ഇതുവരെയായിട്ടും കയറി തീർന്നിട്ടില്ല. അതുകൊണ്ട് ഈ പുറകിൽ വരുന്ന വഴിയുണ്ടോ, ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതൊരു 2 അടി 1 അടി വീതിയിലൊരു നടപ്പാത മാത്രം നമുക്ക് വേണ്ടിയുള്ളൂ. ബാക്കി ഇത് ആൾക്കാരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം സമയം 3 മണി കഴിഞ്ഞു. ഇത് ഭയങ്കര സ്ലിപ്പ് കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഒത്തിരിയധികം ഉത്തരാഖണ്ഡിലെ ആൾക്കാർ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം, മലയാളികൾ 2-3 പേരേ കണ്ടുള്ളൂ. പക്ഷേ ലേഹ് ലഡാക്ക് വരുന്ന ആ ഒരു ഫീൽഡിലെ ആൾക്കാർ ഇറങ്ങുന്നില്ല. കുറേ നേരമായിട്ടോ ഈ മഞ്ഞിക്കൂടെ ഇങ്ങനെ നടന്നു പോവാ. ഇതിൻ്റെ കമ്പ് ഇത് മുങ്ങിയിട്ടുണ്ടേ ഉണ്ടോ, ഈ രീതിയിൽ താന്നിങ്ങ് പോവും. അയ്യോ ശരിക്കും മടുത്തു കേട്ടോ. വെരി ടഫ് മാൻ. ഇതിപ്പം ഞാൻ കയറാൻ 1 ദിവസം എടുത്തു. ഇനി ഇറങ്ങുന്നത് രാത്രിയാവും.
ഇന്നലെ ഞാനൊരു ശകലം നേരം താമസിച്ചുള്ളൂ, 8 മണിയായി, കുറച്ച് കയറിയതുള്ളൂ. ഇറങ്ങാൻ ഭയങ്കര സ്ലിപ്പറിയാണ്. ബട്ട് ഉത്തരാഖണ്ഡിലെ ഈ കാഴ്ച വേറെ ലെവലാട്ടോ. ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ല ഈ ഒരു കാഴ്ച. പക്ഷേ ലേ ലഡാക്കിലെ വെച്ചിട്ട് തണുപ്പ് നല്ല കുറവുണ്ട്. നമുക്കിവിടെ മഞ്ഞുള്ള ഫണ്ണി ആക്ടിവിറ്റീസൊക്കെ നടത്താൻ നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിതാട്ടോ. കാരണം അത്രയും കുറഞ്ഞ തണുപ്പുള്ളൂ. മൈനസ് ഇവിടെ ലേയിൽ റോത്താങ്ങിലൊക്കെ ഭയങ്കര രൂക്ഷമായ തണുപ്പാണ്. മഞ്ഞില്ലേ പോലും അത്രയും ഹൈറ്റിൽ നിൽക്കുന്ന മലയുണ്ട്. ഭയങ്കര തണുപ്പാണ്. -15 വരും, -16, 30 അങ്ങനെ കയറി വന്നാൽ നമുക്ക് നിൽക്കാൻ പറ്റുമല്ലോ. ബട്ട് ഇത് നമുക്ക് സെറ്റാണ്, വലിയ ടാസ്കില്ല. സാധാരണ ആ ഒരു ഭാഗങ്ങളിലേക്ക് ഷൂവിൻ്റെ അകത്തൊക്കെ മഞ്ഞ് കയറിയിട്ടുണ്ട്, വൻ ടാസ്ക് ആയിരിക്കും. പക്ഷെ ഇവിടെ അത്ര വലിയ ടാസ്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചന്ദ്രശിലയിലാണ് കേട്ടോ. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 4000 ഫീറ്റ് ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചുറ്റും മഞ്ഞിന് മൂടി കിടക്കുവാണ് കേട്ടോ. ഓക്സിജൻ ലെവലും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. നമ്മൾ മാത്രമേ ഇങ്ങോട്ട് കയറുന്നുള്ളൂ കേട്ടോ. നമുക്കറിയാമല്ലോ, നമ്മൾ മലയൊക്കെ കെട്ടിയാൽ വിടുമോ? പക്ഷേ ഇത് രാവിലെ കയറാൻ തുടങ്ങി. ഇതുകൊണ്ടോ സമയം കാണാമെന്നറിയത്തില്ല, 4 മണിയാകാൻ 15 മിനിറ്റും കൂടെ. അപ്പം രാവിലെ 10, 11, 12, 1, 2, 3, 4, 7 മണിക്കൂർ കണ്ടിന്യൂ ട്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വ്യൂ കിട്ടിയത് കേട്ടോ. ശരിക്കും അടുത്തു. രാവിലെ 2 മാഗി കഴിച്ചിട്ട് ഇറങ്ങിയതാ. എന്തായാലും താഴെ ഇറങ്ങുമ്പോൾ ശരിക്കും ഇരുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും താഴേക്ക് ഇനി ഇറങ്ങണം. കുറേ പേര് ഇറങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇറങ്ങിയേക്കാം. എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മച്ചന്മാരെ ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരെ വന്നേ ഈ കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. ഞാൻ റിപ്ലൈ തരാത്ത 2 ദിവസമായിട്ട് നല്ല പനിയായിട്ട് കിടപ്പായിരുന്നു. 2 ദിവസം റോഡ് സൈഡിൽ ടെൻറ്റിൽ തന്നെ 2 ദിവസമായിട്ട് ഞാൻ ടെൻ്റ് അടിച്ച് കിടപ്പായിരുന്നു പനിയായതുകൊണ്ട്. അതുകൊണ്ടായിരുന്നു 2-3 ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. എന്തായാലും സോ ഹാപ്പി. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഇവിടെ കിടന്നിങ്ങനെ ചാഞ്ചാടുന്നുണ്ട്. അത് പറക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയാട്ടോ. നല്ല കാറ്റ് വരിക കണ്ടോ, ചന്ദ്രശില. എന്തായാലും പഠിച്ചവനെ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. അപ്പം സൂര്യാസ്തമയമായിട്ടോ പയ്യെ താഴേക്ക് ഇറങ്ങി വെക്കുകയാണ്. ഭയങ്കര സ്ലിപ്പും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു സൺസെറ്റാണ് ഇന്ന് കിട്ടിയത്.